ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്തുകൊണ്ട് നാം ആഭരണധാരണം നീക്കണം അഥവാ ഉപേക്ഷിക്കണം എന്നാണ് ഇന്ന് നാം പരിശോധിക്കുന്നത്. ദൈവത്തിൻ്റെ കൽപ്പനയാകയാൽ നാം അത് അനുസരിക്കണം. ഇക്കാര്യം പലർക്കും അംഗീകരിക്കുവാനോ അനുസരിക്കുവാനോ കഴിയാതിരിക്കുന്നതിന് അവർ മിക്കപ്പോഴും പറയുന്ന കാരണങ്ങളിൽ ചിലത് താഴെ പറയട്ടെ. ഒന്ന്, ദൈവം ഡയറക്റ്റായി അങ്ങനെ കൽപ്പിച്ചിട്ടില്ല. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അനേകർ ആഭരണം ധരിച്ചിരുന്നതായി കാണുന്നുണ്ട്. നീക്കുവാൻ പറഞ്ഞത് ജനം പാപം ചെയ്തപ്പോഴാണ്. 4, ഭാവിയിൽ ചെല്ലുന്നതായ സ്വർഗവും അതിൻ്റെ തെരുവീതികളും തങ്ക നിബിഡമാണ്. ഈ നാളുകളിൽ പലരും തങ്ങൾക്ക് ബോധിച്ചവണ്ണം ബൈബിൾ ഭാഗങ്ങളെ വ്യാഖ്യാനിക്കുന്നതാണ് ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾക്ക് കാരണമായി ഭവിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് ചോദിച്ചാൽ, അത് തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയോ താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടിയോ മനുഷ്യപ്രീതിക്ക് വേണ്ടിയോ പ്രശസ്തിക്ക് വേണ്ടിയോ ഒക്കെയും ആകാം. ഏതെങ്കിലും ഒരു വാക്യമോ ആ വാക്യത്തിലെ ഒരു വാക്കോ മാത്രം തങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് എടുക്കുകയും ഉപദേശം സ്ഥാപിക്കുകയും ചെയ്യുവാൻ ശ്രമിക്കുന്നതിനാലാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. നാം ഉപദേശപരമായി ഏത് വാക്യമെടുത്താലും അതിന് ഉപോത്ബലകമായുള്ള ഒന്നോ അതിലധികമോ വാക്യങ്ങളെ അതോട് ചേർത്ത് കണ്ടെത്തുവാനായി നമുക്ക് കഴിയണം. യെശയ്യാ പ്രവചനം 34-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നുണ്ട്. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, അവയിലൊന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയുമില്ല. അവൻ്റെ വായല്ലോ കൽപ്പിച്ചത്, അവൻ്റെ ആത്മാവത്രേ അവയെ കൂട്ടിവരുത്തിയത്. എനിക്കിവിടെ പ്രത്യേകമായി എടുത്തു പറയുവാനുള്ളത്, ആഭരണധാരണം ഒഴിവാക്കുവാൻ പ്രത്യക്ഷമായോ പരോക്ഷമായോ പല വാക്യങ്ങളും ബൈബിളിൽ ആദ്യോടന്തം നമുക്ക് കാണുവാനായി കഴിയും എന്നുള്ളതാണ്. എന്നാൽ ദൈവവചനത്തിൻ്റെ ആന്തരിക വിശുദ്ധിയോട് ചേർത്ത് വെക്കുവാൻ കഴിയാത്ത വിധത്തിൽ ചില ഭാഗങ്ങളെ യുക്തി കൊണ്ട് വ്യാഖ്യാനിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ധരിച്ചു വന്നതായി കാണുന്ന ചില ഭാഗങ്ങൾ ഒഴിച്ചാൽ ആഭരണധാരണത്തിന് സാധുതയേകുന്ന ഒരൊറ്റ വാക്യം പോലും കാണിക്കുവാൻ അങ്ങനെയുള്ളവർക്ക് കഴിയുകയില്ല. എന്തുകൊണ്ടെന്നാൽ വേദപുസ്തകത്തിൽ ഉപമകളായോ ആലങ്കാരികമായിട്ടോ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളുണ്ട്. അക്ഷരാർത്ഥത്തിൽ എടുക്കത്തക്ക വിധമുള്ള ഭാഗങ്ങളുമുണ്ട്. നിഴലുകളായും അതിൻ്റെ പൊരുളുകളായും തിരിച്ചു മനസ്സിലാക്കേണ്ടതായ ഭാഗങ്ങളുമുണ്ട്. ഇവിടെയാണ് ഇക്കൂട്ടർക്ക് അബദ്ധം പറ്റിയിട്ടുള്ളത്. ദൈവം തൻ്റെ ജനത്തിന് നൽകിയിട്ടുള്ള പ്രമാണങ്ങൾ കേവലം ഏതെങ്കിലും ഒരു കാലഘട്ടത്തിനു വേണ്ടി മാത്രമായോ അക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർക്ക് വേണ്ടി മാത്രമായോ നൽകപ്പെട്ടിരുന്ന ഒന്നല്ല എന്ന് നാം മനസ്സിലാക്കണം. നിത്യതയ്ക്കുമിടയിൽ ജീവിച്ചിരിക്കുന്ന സകല മനുഷ്യർക്കും ഇത് ബാധകമാണ്. മനസാക്ഷിയുഗ കാലഘട്ടത്തിൽ ഇരുന്നവർക്ക് അവരുടെ മനസാക്ഷിയിൽ പ്രകാരവും ന്യായപ്രമാണ യുഗത്തിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ന്യായപ്രമാണ പ്രകാരവും ഈ കൃപായുഗത്തിൽ ജീവിച്ചിരിക്കുന്ന നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന കൃപയുടെ വചനപ്രകാരവുമായിരിക്കും എന്നതൊഴിച്ചാൽ രക്ഷയ്ക്കാധാരമായി നൽകപ്പെട്ടിട്ടുള്ള കൽപ്പനകൾക്ക് ഒരു മാറ്റവും ഉണ്ടാകുകയില്ല. ഉദാഹരണമായി പറഞ്ഞാൽ 1 കൊരിന്ത്യർ 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. ന്യായപ്രമാണ കാലഘട്ടത്തിൽ അറുക്കപ്പെട്ടത് ഒരു യാഗമൃഗമായിരുന്നുവെങ്കിൽ അത് കൃപായുഗത്തിൽ ക്രിസ്തുവായിരുന്നു. എന്നാൽ മനസാക്ഷി യുഗത്തിൽ എങ്ങനെയായിരുന്നു? ആദം ഹവ്വമാർ പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെട്ടപ്പോൾ ദൈവം അവർക്ക് തോൽ കൊണ്ട് ഒരു ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചതായി ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 21-ാം വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. യുക്തിയിൽ തർക്കത്തിനു വേണ്ടിയും നമ്മുടെ ഭാഗം ജയിക്കേണ്ടതിനു വേണ്ടിയും വേണമെങ്കിൽ അത് യാഗമൃഗത്തിൻ്റെ തോലല്ല, വല്ല മരത്തിൻ്റെയോ മറ്റോ തോൽ ആണെന്നൊക്കെ വേണമെങ്കിൽ വാദിക്കുവാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ
ഒന്നിനും ഇണ ഇല്ലാതിരിക്കുകയില്ല. ആഭരണധാരണത്തെപ്പറ്റി പഴയ നിയമത്തിൽ ദൈവകൽപ്പനയായി നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു ഭാഗമാണ് ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ളതായ വാക്യങ്ങൾ. അത് ഇങ്ങനെയാണ്: അനന്തരം ദൈവം യാക്കോബിനോട്, നീ പുറപ്പെട്ട് ബഥേലിൽ ചെന്ന് പാർക്ക. നിന്റെ സഹോദരനായ ഏശാവിൻ്റെ മുമ്പിൽ നിന്ന് നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് കൽപ്പിച്ചു. അപ്പോൾ യാക്കോബ് തൻ്റെ കുടുംബത്തോടും കൂടെയുള്ള എല്ലാവരോടും, നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് നിങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുവീൻ. നാം പുറപ്പെട്ട് ബഥേലിലേക്ക് പോക. എൻ്റെ കഷ്ടകാലത്ത് എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴിയിൽ എന്നോട് കൂടെ ഇരിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അവർ തങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെ ഒക്കെയും കാതുകളിലെ കുണുക്കുകളെയും യാക്കോബിൻ്റെ പക്കൽ കൊടുത്തു. യാക്കോബ് അവയെ ശെഖേമിനരികെയുള്ള കരുവേലകത്തിന് കീഴിൽ കുഴിച്ചിട്ടു. പിന്നെ അവർ യാത്ര പുറപ്പെട്ടു. ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, ഇവർ ബഥേലിലേക്ക് വരുന്നത് ദൈവകൽപ്പന പ്രകാരം ദൈവത്തിന് യാഗാർപ്പണം ചെയ്യേണ്ടതിന് അഥവാ ആരാധന കഴിക്കേണ്ടതിന് വേണ്ടിയാണ്. ദൈവവിളി കേട്ട് വിടേണ്ടതെല്ലാം വിട്ട ശേഷം ഇറങ്ങി പുറപ്പെട്ട അബ്രഹാം പിതാവിൻ്റെ കൊച്ചുമകനായ യാക്കോബിന് സത്യദൈവത്തിനുള്ള ആരാധനയുടെ ക്രമങ്ങളെപ്പറ്റി നിശ്ചയമായിട്ടും അറിവുണ്ട്. എന്നാൽ തൻ്റെ ഭാര്യമാർക്കും കൂടെയുള്ളവർക്കും അവയെപ്പറ്റി അത്രത്തോളം ബോധ്യമുണ്ടാകണമെന്നില്ല. കാരണം ഇന്നും അവർ വിടേണ്ട ഗ്രഹവിമുകളൊന്നും വിട്ടിട്ട് ഇറങ്ങിയവരല്ലോ. സത്യദൈവത്തെ എങ്ങനെ ആരാധിക്കണമെന്ന് ബോധ്യമുള്ള യാക്കോബ് ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ അവരോട് പറഞ്ഞത്, നിങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറണം. ശുദ്ധീകരണം കൂടാതെ ആർക്കും കർത്താവിനെ കാണുവാൻ കഴിയില്ലല്ലോ. ശുദ്ധീകരണത്തിൽ പഴയതെല്ലാം അഥവാ അന്യദേവന്മാരെ എല്ലാം നീക്കിക്കളയണം. തെളിവായി പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കുളിക്കണം അഥവാ മാനസാന്തരപ്പെടണം അഥവാ വീണ്ടും ജനിക്കണം, അല്ലെങ്കിൽ പഴയ മനുഷ്യനെ കുഴിച്ചിടണം. അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. വെള്ളത്താലും ആത്മാവിനാലും പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയുകയില്ല. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3-5 വാക്യങ്ങൾ. എഫേസ്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 26-27 വാക്യത്തിൽ അവൻ അവളെ വചനത്തോടു കൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളങ്കവുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഇവിടെ ശുദ്ധീകരണം എന്നതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് മാനസാന്തരപ്പെടുക, വീണ്ടും ജനിക്കുന്ന പ്രാപിക്കുക തുടങ്ങിയ അവസ്ഥാവിശേഷങ്ങളാണ്. ശുദ്ധീകരിച്ച് വസ്ത്രം മാറുക എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെട്ടവർ അഥവാ വിശ്വസിച്ചവർ യേശുക്രിസ്തുവിനെ ധരിക്കുന്ന വിശ്വാസ സ്നാനം ഏൽക്കുക എന്നാണ്. അഥവാ അവൻ്റെ മരണത്തിൽ പങ്കാളികളായിത്തീരുന്ന വിശ്വാസ സ്നാനം ഏൽക്കുക എന്നുള്ളതാണ്. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. മാർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വചനത്തിൻ്റെ ഉപദേശം ഇങ്ങനെ ആയിരിക്കെ ജ്ഞാനികൾ എന്ന് പറഞ്ഞ് ചിലരൊക്കെ പഴയ നിയമത്തിലെ അഗ്രകർമ്മ പരിച്ഛേദനയെ പുതിയ നിയമത്തിലെ ഹൃദയ പരിച്ഛേദനയായി അഥവാ മാനസാന്തരമായി കാണുവാൻ മനസ്സില്ലാതെ അതിനെ ശിശുസ്നാനമാക്കി മാറ്റിക്കളഞ്ഞിട്ടുണ്ടെന്നുള്ളത് നമുക്ക് സമൂഹത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ പറയപ്പെട്ട വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ പഴയ നിയമത്തിൽ നിഴലായി നിൽക്കുന്ന 2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കാം. ഒന്ന്, പുരോഹിതനെ അഭിഷേകം ചെയ്യുന്നതിനോടുള്ള ബന്ധത്തിൽ പുറപ്പാട്, ലേവ്യ പുസ്തകങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് കുളിച്ച് വസ്ത്രം മാറി തൈലം പൂശുന്നതായ അവസ്ഥ. പുതിയ നിയമത്തിൽ അതിനെ പൊരുളായി നമുക്ക് കാണുവാൻ കഴിയുന്നത് പെന്തക്കോസ്ത് നാളിൽ പത്രോസ്ലീഹ പറയുന്നതാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ
പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. മാനസാന്തരപ്പെടുന്നതിന് കുളിയോടും വസ്ത്രം മാറുന്നതിന് കർത്താവിൻ്റെ മരണാടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിച്ച് ക്രിസ്തുവിനെ ധരിക്കുന്നതിനോടും തൈലം പൂശുന്നതിന് പരിശുദ്ധാത്മാവെന്ന ആ ദാനം പ്രാപിക്കുന്നതിനോടുമുള്ള ബന്ധത്തിൽ ഇവിടെ വ്യക്തമല്ലേ. ഇനി രണ്ടാമതായി രൂത്തിൻ്റെ പുസ്തകത്തിൽ നിയുക്ത മണവാട്ടിയോടുള്ള ബന്ധത്തിൽ നവോമി രൂത്തിനോട് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: കുളിച്ച് തൈലം പൂശി വസ്ത്രം മാറി കളത്തിലേക്ക് നീ ചെല്ലുക. ഇത് പൊരുളായി കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ വെച്ച് നിവർത്തിക്കപ്പെടുന്നുണ്ട്. പത്രോസിൻ്റെ പ്രസംഗം കേൾക്കയിൽ കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവ് വരികയും തുടർന്ന് അവർ സ്നാനം ഏൽക്കുകയും ചെയ്യുന്നു. ഇതിലധികം ഒരു വിശദീകരണം ഈ വിഷയം സംബന്ധിച്ച് ഇനിയും ആവശ്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 5-ാം വാക്യത്തിൽ ആഭരണം നീക്കിക്കളയുക എന്ന് പറയുന്ന ഭാഗത്ത് അതിൻ്റെ പരിഭാഷയായ സെപ്റ്റുവജൻറ്റിൽ കോസ്മോസ് എന്ന ഗ്രീക്ക് പദമാണ് ആഭരണങ്ങൾ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് ലോകം, പ്രപഞ്ചം, അലങ്കാരം തുടങ്ങിയ അസാധാരണമായ അർത്ഥപരിധിയുണ്ട്. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല. ലോകത്തിൻ്റെ ഭാര്യ റാഹേൽ, ദേമാസ്, അനന്യാസ്, സഫീറ ദമ്പതികൾ തുടങ്ങിയ പലരും ആരാധനയ്ക്കായി ഇറങ്ങിത്തിരിച്ചെങ്കിലും ലോകത്തെ സ്നേഹിച്ചതിനാൽ അവർക്ക് ആർക്കും അവിടെ വരെ എത്തുവാൻ കഴിഞ്ഞില്ല എന്ന സത്യം നാം ഒരിക്കലും വിസ്മരിച്ചു പോകരുത്. ഇവരൊക്കെ നമുക്ക് മുമ്പിൽ ഒരു ദൃഷ്ടാന്തമായി നിൽക്കുന്നു. ആഭരണം ലോകത്തോടുള്ള ബന്ധത്തിലോ അലങ്കാരത്തോടുള്ള ബന്ധത്തിലോ അന്യദൈവങ്ങളോടുള്ള ബന്ധത്തിലോ അങ്ങനെ ഏതർത്ഥത്തിൽ വ്യാഖ്യാനിച്ചാലും അത് ഉപേക്ഷിക്കാത്ത പക്ഷം, വിട്ടുകളയാത്ത പക്ഷം, അതെന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? നമ്മൾ അലങ്കാരത്തിന് വേണ്ടി നമ്മളെ തന്നെ അലങ്കരിക്കുവാൻ ഉപയോഗിക്കുന്നെങ്കിൽ അതൊരിക്കലും നമ്മുടെ ആരാധനയുടെ പൂർത്തീകരണത്തിൽ എത്തിച്ചേരുവാൻ ഇടയാക്കത്തില്ലെന്നുള്ള സത്യം ഒരിക്കൽ കൂടെ ഓർപ്പിച്ചുകൊണ്ട് തൽക്കാലം ഇപ്പോൾ ഇവിടെ നിർത്തട്ടെ. ശേഷം ദൈവം അനുവദിച്ചാൽ അടുത്തതിൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.